ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിൻ്റെ പുതിയ വീഡിയോസ് കാര്യങ്ങളും കാണാൻ വേണ്ടി ലച്ചു ഫാമിലി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടണും കൂടി അമർത്തുക. എനിക്കറിയുന്ന കൊച്ചു വിശേഷങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് രണ്ടുപേരെ വെച്ച് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ വിളിക്കുകയും അങ്ങനെ നമ്മുടെ അനുമോളെ വിളിച്ച സമയത്ത് അനുമോൾ പറയുന്നത് വന്ന അന്ന് മുതൽ ഇന്ന് വരെ അക്ബർ എന്നെ ഭയങ്കര പല കാര്യത്തിനും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതുപോലെ രണ്ടാമത്തെ പേര് പറഞ്ഞാൽ ജിസൈലിനെയാണ്. ജിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ജിസൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത മേക്കപ്പ് സെറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നും ജിസൈലിൻ്റെ ഓരോരോ കള്ളങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു, അതിൻ്റെ പേരിലാണ് എന്നോട് വൈരാഗ്യമെന്നും അതുമല്ല എന്നെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചും എന്നും പറഞ്ഞുകൊണ്ട് അതിന് പൊട്ടിക്കരിയാണ്. ഞാൻ എന്തും സഹിക്കും, പക്ഷേ എന്നെ കള്ളി എന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ പൊട്ടിക്കരയുന്നത്. പക്ഷേ ഇത് പുറത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് വേദനാജനകമായ ഒരു കാര്യമാണ്. അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്കൊക്കെ അപ്പോൾ അനുമോൾക്ക് കൂടുതൽ വോട്ട് കിട്ടാനും ചാൻസ് കൂടുതലാണ്. കാരണം വെച്ചാൽ ജിസൈൽ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റാൻഡേർഡുള്ള ടീം തന്നെയാണ്. അതുപോലെ റെന ഫാത്തിമ ഇന്ന് രാവിലെ കിച്ചണിൽ വെച്ചിട്ട് നമ്മുടെ അനുമോളെ കള്ളി എന്ന് വിളിച്ചു, ചപ്പാത്തി കള്ളി എന്ന് തന്നെ വിളിച്ചു. ഈ റെന ഫാത്തിമ കണ്ടിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു സംഭവം നടന്ന് എന്തിനാണ് വെറുതെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ച് അനുമോളും പ്രതികരിച്ചു. വെറുതെ ചൊറിയാനായിട്ട് കിച്ചൺ ഏരിയയിലേക്ക് ചെല്ലുകയാണ് റെന ഫാത്തിമ കാണിക്കുന്നത്. ജിസൈൽ പല പ്രാവശ്യം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടും ജിസൈൽ അത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പിസം കളിക്കുകയാണ്. ഈ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ അനുമോൾ മാത്രമാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. കാരണം കൂടെ ചങ്കെന്നും കരളെന്നും പറഞ്ഞുകൊണ്ട് നടന്ന ശൈത്യ വരെ തിരിഞ്ഞു. അനുമോൾ രാവിലെ വിളിച്ചിട്ട് ശൈത്യ പോലും തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ ശൈത്യ 2 തോണിയിൽ കാലിട്ടുകൊണ്ടാണ് ശൈത്യ കളിക്കുന്നത്. ഈ RJ ബിൻസിയെ പുറത്താക്കുന്നതിന് പകരം ഈ ശൈത്യയായിരുന്നു ആദ്യം പുറത്താക്കേണ്ടത്. അതുപോലെ തന്നെ കലാമണ്ഡലം സരിക അതേപോലെ തന്നെ ഇവിടെ കിട്ടിയത് അവിടെ പറയും, അവിടെ കിട്ടിയത് ഇവിടെ പറയും. എന്താ പറയുക, ഈ അയൽക്കൂട്ട നണിച്ചുകളുടെ കഥ എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പോൾ സരിക ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണുസുതി പിന്നെ ആരോടും ഒന്നിനുമില്ല, അത് അതിൻ്റെ പണി പോലെ അത് തലയും ചൊറിഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അക്ബറിനെയും വലിച്ചിട്ട് അക്ബറും ഇതേ കളിയാണ് കളിക്കുന്നത്.